മതസ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുമ്പോൾ ആളുകൾ മറന്നു പോകുന്ന ഒരു കാര്യം സാധാരണ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 25 ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 25 മലയാളത്തിലും വായിക്കാം. ആർട്ടിക്കിൾ 25 ഞാനൊന്ന് വെറുതെ വളരെ ലളിതമായിട്ട് പറയാൻ ശ്രമിക്കാം. ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 25. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഒന്നാമത്തെ സബ് ക്ലോസ് സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. പബ്ലിക് ഓർഡർ, മൊറാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഈ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, കൊടുങ്ങല്ലൂർ പാട്ട്, അത് ആചാരത്തിൻ്റെ ഭാഗമാണ്. അത് അശ്ലീലമാണെങ്കിൽ നിരോധിക്കാൻ പറ്റും. കാരണം ഇത് മതസ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു വരാൻ കഴിയില്ല. കാരണം ആർട്ടിക്കിൾ 25 പറയുന്നത് പബ്ലിക് ഓർഡറും മൊറാലിറ്റിയൊക്കെ ഉണ്ട്. ഭരണഘടനാപരമായ ധാർമ്മികത അതില്ലെങ്കിൽ അത് നിഷേധിക്കാം. ഹെൽത്ത്, എൻ്റെ കുട്ടിക്ക് വാക്സിൻ എടുക്കേണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എന്നൊരാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതൊരു ക്രിമിനൽ ഒഫൻസാണ്. അത് സ്റ്റേറ്റിന് ഇടപെടാം. കാരണം ഈ മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് കുട്ടിക്ക് ഞാൻ വാക്സിൻ എടുക്കില്ല എന്ന് പറയുന്ന ഒരു അവകാശമില്ല. കാരണം ബാക്കി ജീവിക്കാനുള്ള അവകാശമുണ്ട് ഭരണഘടനയിൽ. ജീവിക്കാനുള്ള അവകാശത്തിന് വിരുദ്ധമായിട്ടൊരു ആചാരം അല്ലെങ്കിൽ ഒരു വിശ്വാസം പാടില്ല. ആൻഡ് ടു അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് പാർട്ട്, അതായത് ആർട്ടിക്കിൾ 25 പറയുവാണ് തുല്യത. ആർട്ടിക്കിൾ 14 തുല്യത, ആർട്ടിക്കിൾ 15 സ്ത്രീ വിരുദ്ധത പാടില്ല എന്ന് പറയുന്നു, ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി പാടില്ല എന്ന് പറയുന്നു. ഈ കാര്യങ്ങൾക്കെല്ലാം വിധേയമായിട്ട് മാത്രമേ മതസ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ കഴിയൂ. ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻറ്റൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ദ റൈറ്റ് ഫ്രീലി ടു പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലിജൻ. ഓൾ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടും. സ്ത്രീകൾക്ക് അവരുടെ വിശ്വാസം അവിടെ പോകുക എന്നുള്ളതാണെങ്കിൽ വിശ്വസിക്കാനും ഹിന്ദു ആരാധനാലയത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഫ്രീ ആയിട്ട് പോകാനുള്ള അവകാശമുണ്ട്. അടുത്ത സബ് ക്ലോസ് 2 പറയുന്നത് നത്തിങ് ഇൻ ദിസ് ആർട്ടിക്കിൾ ഷാൽ അഫക്റ്റ് ദി ഓപ്പറേഷൻ ഓഫ് എനി എക്സിസ്റ്റിംഗ് ലോ ഓർ പ്രിവെൻറ്റ് ദ സ്റ്റേറ്റ് ഫ്രം മേക്കിംഗ് എനി ലോ. സ്റ്റേറ്റിനൊരു നിയമം ഉണ്ടാക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? റെഗുലേറ്റിംഗ് ഓർ റെസ്ട്രിക്റ്റിംഗ് എനി എക്കണോമിക്, ഫിനാൻഷ്യൽ, പൊളിറ്റിക്കൽ ഓർ അതർ സെക്യുലർ ആക്ടിവിറ്റി വിച്ച് മേ ബി അസോസിയേറ്റഡ് വിത്ത് റിലീജിയസ് പ്രാക്ടീസ്. ഒരു മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും സെക്യുലർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനായിട്ട്, പൊളിറ്റിക്കലായിട്ടുള്ളതോ എക്കണോമിക്കലായിട്ടുള്ള, അതായത് ഞങ്ങളുടെ മഠം നിങ്ങൾക്ക് ടാക്സ് തരില്ല എന്ന് ഒരു മതസ്ഥാപനത്തിനൊരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയില്ല. അടുത്തത് ബിയിൽ പറയുന്നത് പ്രൊവൈഡിങ് ഫോർ സോഷ്യൽ വെൽഫെയർ ആൻഡ് റിഫോം ഓർ ത്രോയിങ് ഓപ്പൺ ഓഫ് ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എ പബ്ലിക് ക്യാരക്ടർ. അത് ശബരിമല അങ്ങനെയാണെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അതായത് ഇതൊരു ഹിന്ദു ആരാധനാലയമാണ്, പബ്ലിക് ക്യാരക്ടർ ഉണ്ട്. അതായത് ഒരു ഒരു കുടുംബ ക്ഷേത്രമല്ല. കുടുംബക്ഷേത്രമാണ് ഈ പറയുന്ന ന്യായം നിൽക്കുമായിരിക്കും. ഒരുപക്ഷെ കുടുംബക്ഷേത്രത്തിൽ ഞങ്ങളെ കുടുംബത്തിലുള്ളവർ മാത്രമേ കയറൂ എന്ന് പറയാം. ഇതങ്ങനെയല്ല. ശബരിമല ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡിന് അധികാരമുള്ള ഒരു സ്ഥാപനമാണ്. അത് പബ്ലിക്കായിട്ട് ഉള്ള ഒരു സ്ഥാപനമാണ്. ഹിന്ദു ആരാധനാലയമാണ്. ടു ഓൾ ക്ലാസസ് ആൻഡ് സെക്ഷൻസ് ഓഫ് ഹിന്ദുസ്, എല്ലാ വിഭാഗത്തിലും പെട്ട ഹിന്ദുക്കൾക്ക്